എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. 2026 ഏപ്രിൽ 1-ാം തീയതി എന്ന് പറയുന്നത് പുതിയൊരു സാമ്പത്തിക വർഷ ആരംഭമാണ്. ഈ ഒരു ദിവസം മുതലാണ് ഓരോ വർഷത്തേക്കും ഉള്ള ഓരോ ഗാർഹിക ഉപഭോക്താവിൻ്റെയും പാചകവാതക എണ്ണം കണക്കാക്കുന്നത്. വർഷത്തിൽ 12 സിലിണ്ടറുകളാണ് ഓരോ ഗാർഹിക ഗുണഭോക്താവിന് ലഭിക്കുന്നത്. കേരളത്തിന് പുറത്ത് അത് 15 ഉണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ 25 ദിവസം ബുക്കിംഗ് സമയം ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇത് ലഭിക്കുന്നത്. എന്തായാലും മാർച്ച് കഴിഞ്ഞതോടുകൂടി കഴിഞ്ഞ വർഷത്തെ കോട്ട കഴിഞ്ഞു. ഏപ്രിൽ 1 മുതൽ പുതിയ കോട്ടയാണ് കണക്കാക്കുന്നത്. ഇതാണ് ഈ മാസത്തെ ഒന്നാമത്തെ ഗ്യാസ് അറിയിപ്പ്. രണ്ടാമത്, ഈ മാസത്തെ ഗ്യാസ് വില പൊതുമേഖല എണ്ണ കമ്പനികൾ പ്രഖ്യാപിച്ചു. വീട്ടിലെ ഗ്യാസിന് വില കൂട്ടിയിട്ടില്ല എങ്കിലും വാണിജ്യ സിലിണ്ടറിന് വൻ വില വർധനവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വാണിജ്യ LPG സിലിണ്ടറിന് 195 രൂപ 50 പൈസയാണ് വർദ്ധിച്ചിട്ടുള്ളത്. ഇതോടെ ഓരോ സിലിണ്ടറിനും 2200 രൂപക്ക് തൊട്ടടുത്ത് വരെ എത്തിയിട്ടുണ്ട്. പല പട്ടണങ്ങളിലും വില വ്യത്യാസമുണ്ട്. ചിലയിടങ്ങളിൽ 2200-ന് മുകളിലാണ് വില. ഇത്രയൊക്കെ വില കൂടിയാലും വാണിജ്യ സിലിണ്ടർ കിട്ടാനില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹോട്ടലുകളും മറ്റും പൂട്ടിയ അവസ്ഥയിലാണ് നിലവിലുള്ളത്. 50% ഹോട്ടലുകളും ക്യാൻറ്റീനുകളും പൂട്ടി എന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കേരളത്തിലും സമാനമാണ് സ്ഥിതികൾ. വിറകടുപ്പിലൂടെ പാചകം ചെയ്യാവുന്നതും മറ്റ് വഴികളിലൂടെ പാചകം ചെയ്യാവുന്നതുമായിട്ടുള്ള വിഭവങ്ങൾ മാത്രമാണ് ഹോട്ടലുകളിലും മറ്റും ലഭിക്കുന്നത്. മലയാളികളുടെ ഇഷ്ടഭക്ഷണമായിട്ടുള്ള പൊറോട്ട പലയിടങ്ങളിലും നിന്ന അവസ്ഥയാണ്. ചായ, ദോശ ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ ഇഷ്ടത്തിന് ലഭിക്കാത്ത അവസ്ഥയാണ്. ഫാസ്റ്റ് ഫുഡായിട്ടുള്ള ഷവർമ, ബ്രോസ്റ്റ്, ഷവായ ഉൾപ്പെടെയുള്ള വിഭവങ്ങളും നിന്ന അവസ്ഥയാണ്. എന്നാൽ കരിഞ്ചന്ത വിൽപ്പന വ്യാപകമായി നടക്കുന്നുണ്ട്. വാണിജ്യ സിലിണ്ടർ ലഭിക്കാത്തതോടെ വീടുകളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറുകൾ മറിച്ച് വിറ്റോ അല്ലെങ്കിൽ കരിഞ്ചന്തയ്ക്ക് വിതരണക്കാരെ അധിക തുക നൽകി വാങ്ങുന്ന അവസ്ഥയാണുള്ളത്. ഈ കാരണം കൊണ്ട് തന്നെ വീടുകളിൽ ഗ്യാസ് ഉപയോഗിക്കുന്നവർക്ക് അധിക വില കൂടുതൽ ഇപ്പോൾ നൽകേണ്ടി വരുന്നുണ്ട്. 5 കിലോമീറ്റർ ചുറ്റളവിന് ഡെലിവറി ചാർജ് ഇല്ല എന്നിരിക്കെ 100-ഉം 200-ഉം ഒക്കെയാണ് ഇപ്പോൾ അധികമായിട്ട് വാങ്ങുന്നത്. അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ പരാതി നൽകാവുന്നതാണ്. LPG വിതരണത്തിൽ അധിക വില ഈടാക്കിയാൽ ഉപഭോക്താക്കൾക്ക് വിളിച്ച് അറിയിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി. ദുരുപയോഗം, കരിഞ്ചന്ത എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാലും ഇതേ നമ്പറുകളിൽ അറിയിക്കാവുന്നതാണ്. ഓരോ ജില്ലക്കും പ്രത്യേക നമ്പറുകളും മെയിൽ ID-യും നൽകിയിട്ടുണ്ട്. അതായത് ഈ ഒരു സമയത്ത് കരിഞ്ചന്തയിൽ ഗ്യാസ് സിലിണ്ടറുകൾ വിൽക്കുന്നത് കണ്ടാലോ, ബുക്ക് ചെയ്യാതെ അധിക തുക കൊടുത്ത് നിങ്ങൾക്ക് ഗ്യാസ് സിലിണ്ടറുകൾ തരാം എന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്ത സിലിണ്ടറിന് ഡെലിവറി ചാർജ് എന്ന പേരിലോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അധിക തുക മേടിക്കുകയാണ് എങ്കിലോ ഈ നമ്പറുകളിൽ പരാതിപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഓരോ ഗ്യാസ് സിലിണ്ടറിനും വരുന്ന തുക 921 രൂപയാണ് ശരാശരി വില. ഡെലിവറി ചാർജ് 5 കിലോമീറ്ററിന് പുറത്ത് 20 രൂപ മുതൽ മാക്സിമം 60 രൂപ വരെയാണ്. അത് 45 കിലോമീറ്റർ വരെ വരും. അതായത് മിക്ക ആളുകൾക്കും ഡെലിവറി ചാർജ് ആയി നൽകേണ്ടി വരുന്നത് 20-30 രൂപയാണ്. പക്ഷെ 100-150 ഈ സാഹചര്യത്തിൽ 250 രൂപ വരെ അധികമായി വാങ്ങുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു പരാതി നമ്പറുകൾ ഓരോ ജില്ലയിലേതും നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ ജില്ലയിലെയും നമ്പർ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. തിരുവനന്തപുരത്തെ നമ്പർ 9188 52 73 15 ആണ്. അതുപോലെ തന്നെ DSO-TVM20@gmail.com എന്ന മെയിൽ ID-യിലും പരാതി അറിയിക്കാവുന്നതാണ്. ഇത് തിരുവനന്തപുരം ജില്ലയിലേതാണ്. അതുപോലെ തന്നെ കൊല്ലത്തെ മെയിൽ ID കൊല്ലം DSO@gmail.com, നമ്പർ 9188 52 73 16. പത്തനംതിട്ട ജില്ലയിലെ പരാതി നൽകേണ്ട മെയിൽ ID DSO-PTAL@gmail.com. വിളിക്കേണ്ട നമ്പർ 9188 52 73 17. ആലപ്പുഴ DSO-Alappuzha@gmail.com. വിളിക്കേണ്ട നമ്പർ 9188 52 73 18. കോട്ടയം ജില്ലയിലേത് DSO-KTM1@gmail.com എന്ന മെയിൽ ID-യിലാണ് പരാതി നൽകേണ്ടത്. നമ്പർ 9188 52 73 19. ഇടുക്കി ജില്ലയിലേത് DSO-Idukki@gmail.com, നമ്പർ 9188 52 73 20.
എറണാകുളം DCO@gmail.com എന്ന മെയിൽ ഐ ഡിയിൽ പരാതി നൽകാം. വിളിച്ച് പരാതി നൽകേണ്ട നമ്പർ 91 88 52 73 21. തൃശ്ശൂർ ഇതേത് DSO@gmail.com. വിളിക്കേണ്ട നമ്പർ 91 88 52 73 22. പാലക്കാട് DSO/PKD@gmail.com. വിളിക്കേണ്ട നമ്പർ 91 88 52 73 23. മലപ്പുറം DSO/MPM@gmail.com. വിളിക്കേണ്ട നമ്പർ 91 88 52 73 24. കോഴിക്കോട് DSO/കോഴിക്കോട്@gmail.com. വിളിക്കേണ്ട നമ്പർ 91 88 52 73 25. വയനാട് DSO/വയനാട്1@gmail.com. വിളിക്കേണ്ട നമ്പർ 91 88 52 73 26. കണ്ണൂരിലേത് കണ്ണൂർ.DSO@gmail.com. വിളിക്കേണ്ട നമ്പർ 91 88 52 73 27. കാസർഗോഡ് DSO/KSD@gmail.com. 91 88 52 73 28. ഈ നമ്പറുകളിലോ അല്ലെങ്കിൽ ഈ മെയിൽ ഐ ഡിയിലോ പരാതികൾ അറിയിക്കാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പൈപ്പ് ലൈനിലൂടെ പ്രകൃതിവാതകം അഥവാ PNG വിതരണ സംവിധാനം ഉള്ള സ്ഥലങ്ങളിൽ ഗാർഹിക ഉപഭോക്താക്കൾ നിർബന്ധമായും അത്തരം കണക്ഷനുകൾ എടുക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചു. വിസമ്മതിച്ചാൽ LPG സിലിണ്ടറുകൾ ലഭ്യമാക്കില്ല എന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ LPG പ്രതിസന്ധി രൂക്ഷമാകുന്നത് മുൻനിർത്തിയാണ് PNG വിതരണ ശൃംഖല വിപുലീകരിക്കാൻ നീക്കം. ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്നു എന്നതാണ് PNGയുടെ നേട്ടം. ലഭ്യത ഉള്ളതിനാൽ സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതുപോലെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നില്ല എന്ന സൗകര്യവും ഉണ്ട്. ലഭ്യമായിട്ടും PNG എടുക്കാതിരുന്നാൽ അത്തരം വീടുകൾക്കുള്ള LPG വിതരണം 3 മാസം കഴിയുമ്പോൾ നിർത്തുമെന്നാണ് പെട്രോളിയം മന്ത്രാലയം മാർച്ച് 24 പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. KYC കർശനമായി നടപ്പിലാക്കാനാണ് ഇപ്പോൾ വിവിധ ഗ്യാസ് ഏജൻസികൾ തീരുമാനിച്ചിട്ടുള്ളത്. KYC ചെയ്യാത്ത ആളുകൾക്ക് ഗ്യാസ് സിലിണ്ടർ കൊടുക്കുന്നത് നിർത്തുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അവരുടെ പരിഗണനയിലാണ്. അതേസമയം കേന്ദ്ര സർക്കാരിന്റെ ഉജ്ജൽ യോജന പദ്ധതി പ്രകാരം 300 രൂപ സബ്സിഡി ലഭിക്കുന്ന സിലിണ്ടർ ഉപയോഗിക്കുന്നവർ മാർച്ച് 31 ആയിരുന്നു അത് ചെയ്യാനുള്ള അവസാന തീയതി. അത് ചെയ്യാത്തവരുടെ ഉജ്ജൽ യോജന പദവിയും സബ്സിഡിയും നഷ്ടപ്പെടുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. ദൂരേക്കും.